മാവേലിക്കര നഗരസഭാ ഓഫീസിന് സമീപം തീപിടുത്തമുണ്ടായി. അടഞ്ഞുകിടന്ന 3 കടകളും കാവിന്റെ ഭാഗവും കത്തി നശിച്ചു. ഇന്ന് വൈകിട്ട് 5:30 സ്ഥലത്ത് അഗ്നിബാധ ഉണ്ടായത്. കഴിഞ്ഞ കാലവർഷത്തിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഇടശ്ശേരിൽ കാവിലെ മരം കടപുഴകി കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വീണ് കിടന്നിരുന്നു. ഇതിലേക്ക് തീപിടിച്ചതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. കാവിൽ നിന്ന് പടർന്നു പിടിച്ച തീ കടമുറികളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. മാവേലിക്കര ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇടുക്കി നെടുങ്കണ്ടം ഭോജൻ കമ്പനിയിൽ ഇരട്ട സഹോദരങ്ങൾ പിതാവിന്റെ ജ്യേഷ്ഠനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. മുരുകേശനെയാണ് കൊലപ്പെടുത്തിയത്. അനുജൻ അയ്യപ്പന്റെ മക്കളായ ഭുവനേശ്വരും വിഘ്നേശ്വരും ചേർന്നാണ് കൊല ചെയ്തത്. തമിഴ്നാട് സ്വദേശികളായ ഇവർ വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസക്കാരാണ്. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. കൊല നടത്തിയ ശേഷം ഇരുവരും ഒളിവിൽ പോയി. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മുൻ എംപിയും CPIM നേതാവുമായ അഡ്വക്കേറ്റ് AM ആരിഫിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. നേരിയ പരിക്കേറ്റ ആരിഫിനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് തെക്ക് വശത്താണ് അപകടം നടന്നത്. ഓട്ടോയുടെ പിന്നിൽ ഇടിച്ച കാറിന്റെ മുൻഭാഗം തകർന്നു. സംസ്ഥാനത്ത് കോർപ്പറേഷനുകളിലെ മേയർമാരെയും മുനിസിപ്പാലിറ്റികളിലെ ചെയർപേഴ്സൺമാരെയും തെരഞ്ഞെടുത്തു. മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കൊച്ചി, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതേസമയം തിരുവനന്തപുരത്ത് ആദ്യമായി BJP മേയർ അധികാരത്തിലെത്തി. കോഴിക്കോട് മാത്രമാണ് LDF മേയർ വിജയിച്ചത്. ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ്. വേങ്ങരയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യ പ്രതിഷേധം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പോസ്റ്റർ പ്രചരണത്തിലേക്ക് എത്തിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ സഹോദരി പുത്രനായ അബൂ താഹിറിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലീഗ് നേതൃത്വം നിശ്ചയിച്ചതാണ് ഒരു വിഭാഗം പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കുഞ്ഞാലിക്കുട്ടിയുടെ തറവാട് സ്വത്താണോ, സഹോദരി പുത്രന് തീരെഴുതി കൊടുക്കാൻ എന്നാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിലുള്ളത്. ഗ്രീൻ ആർമി എന്ന പേരിലാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ വേങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അബൂ താഹിറിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ പാർട്ടിയിൽ കുടുംബവാഴ്ച അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. തീരുമാനം പ്രവർത്തകർക്കിടയിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി തിരുവങ്ങൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചുപോകുന്ന ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കർണാടക രജിസ്ട്രേഷനിലുള്ള ബസ് റോഡിൽ നിർത്തിയിട്ട ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് സ്വദേശികളാണെന്നാണ് വിവരം. വയനാട്ടിൽ 6 ദിവസം മുമ്പ് ആദിവാസിയായ മാരനെ കടിച്ചുകൊന്ന കടുവ കൂട്ടിലായി. രാത്രി 1:30 കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. 14 വയസ്സുള്ള ആൺകടുവയാണ് കുടുങ്ങിയതെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആദിവാസിയായ മാരനെ കടിച്ചുകൊന്ന കടുവയാണിതെന്നാണ് സ്ഥിരീകരണം. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അതേസമയം വയനാട് തിരുനെല്ലിയിൽ കാട്ടാന ആക്രമണം. ആദിവാസി മധ്യവയസ്ക കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പപ്പാറ ചെറുമാതൂർ ഉന്നതിയിലെ ചാന്ദിനിയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്നാണ് സംശയം. വനമേഖലയ്ക്കരികിലെ റോഡിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കോട്ടയത്ത് മദ്യലഹരിയിൽ വാഹനമോടിച്ച് ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചിട്ട സംഭവത്തിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. കോട്ടയം നാട്ടകം MC റോഡിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. അപകടമുണ്ടായതിന് പിന്നാലെ നാട്ടുകാരുമായും പോലീസുമായും താരം വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരൻ ചികിത്സയിലാണ്. ഇയാളുടെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും സിദ്ധാർത്ഥ ആക്രമിച്ചിരുന്നു. 24 രാത്രി നാട്ടകം ഗവൺമെന്റ് കോളേജിന് സമീപം MC റോഡിൽ വെച്ചാണ് സിദ്ധാർത്ഥ അപകടമുണ്ടാക്കിയത്. മുഖ്യമന്ത്രിക്കൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിനായിരുന്നു പോറ്റി എത്തിയത്. താക്കോൽ കൈമാറുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം പോറ്റിയും സമീപം നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സെക്രട്ടേറിയറ്റിലായിരുന്നു ഓഗസ്റ്റ് 20 പരിപാടി. ഈ പരിപാടിയുടെ ഫോട്ടോ വക്രീകരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഫോട്ടോ വിവാദത്തിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ക്രിസ്മസ് കാലത്ത് ബെവ്കോയിൽ റെക്കോർഡ് വിൽപ്പന. ക്രിസ്മസ് ദിവസം വിറ്റത് 333 കോടിയുടെ മദ്യം.
കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടി രൂപയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് വിറ്റത് 224 കോടിയുടെ മദ്യം. ക്രിസ്മസിനും തൊട്ടുമുമ്പുള്ള 3 ദിവസങ്ങളിലുമായി കേരളത്തിൽ വിറ്റഴിച്ചത് 791 കോടിയുടെ മദ്യമാണ്. ക്രിസ്മസ് കാലത്തെ റെക്കോർഡ് വിൽപ്പനയാണിതെന്ന് ബെഫ്കോ MD ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കി. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് 10 ദിവസം കുടിച്ചു തീർത്തത് 921 കോടി രൂപയുടെ റെക്കോർഡ് മദ്യമാണ്. 70 കോടി മദ്യക്കുപ്പികളാണ് പ്രതിവർഷം ശരാശരി വിറ്റഴിക്കുന്നത്.